ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ പിൻഗാമിയായി ആര് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ആദ്യം കേൾക്കുന്ന പേര് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസിന്റേതാണ്. നയരൂപീകരണ വിദഗ്ധൻ, ആശയങ്ങളുടെ തമ്പുരാനെന്ന് കേരള സർക്കാർ തന്നെ വിശേഷിപ്പിച്ച ഡോക്ടർ സി വി ആനന്ദബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ഉപദേശകൻ, പദ്ധതികൾ സമർപ്പിക്കുന്ന മലയാളിയുമായിരുന്നു. അത്യുന്നതത്തിൽ ഒരു മലയാളി. ഈ മലയാളി ജോലി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രതിഫലം പോലും പറ്റാറുണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ നയരൂപീകരണ വേദിയിലെ ബുദ്ധി കേന്ദ്രമായ ആനന്ദബോസ് തൊഴിലാളികളുടെ ഏകാംഗ കമ്മീഷൻ എന്ന പദവി അലങ്കരിച്ചിട്ടുണ്ട്. പദവികളും അവസരങ്ങളും കൊണ്ട് ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുകയായിരുന്നു ആ മനുഷ്യനെ. രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും ജോലിയില്ലെങ്കിലും മിനിമം വേതനം ഉപജീവനത്തിന് സർക്കാർ നൽകുക, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ നൽകുക, രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ഇൻഷുർ ചെയ്യുക, ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ, നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണ മികവിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ബംഗാൾ ഗവർണറായി അദ്ദേഹം മാറിയതിന് പിന്നിൽ. അത്രമാത്രം പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒരു ഭരണാധികാരിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് നരേന്ദ്രമോദിയുടെ മുന്നിൽ അദ്ദേഹം മികവ് പ്രകടിപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ വന്നിരിക്കുന്ന ഒഴിവിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. ബംഗാൾ എന്നത് BJP കണ്ണറിയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അതിനേക്കാൾ ഉപരി മമതയോട് വളരെ നന്നായി ചേർന്ന് പോകാനും തന്ത്രപ്രദമായി അവിടെ കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനും ആനന്ദബോസിനെ പോലെ ചാണക്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പം സാധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്ന് കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ മോദിയുടെ മനസ്സിൽ നിരവധി വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിലൊരാൾ അദ്ദേഹം ആയേക്കാം എന്ന വിദഗ്ധരുടെ അഭിപ്രായവും ഉയരുന്നു. അപ്രതീക്ഷിതവും അസാധാരണവുമായ നീക്കത്തിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് പിൻഗാമി തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ച NDA ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് എന്നാണ് അറിയുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാർ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. എന്നാൽ തരൂരിന്റെ പേരുണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര വൃത്തങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രചാരണമാണ്. അങ്ങനെ ഒരു നീക്കവുമില്ല എന്നാണ് അറിയുന്നത്. എന്നാൽ BJPയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ധൻഖറിന്റെ രാജി എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായും അകറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ BJPക്ക് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോലും സുപരിചിതനായ തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് BJPക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന വിലയിരുത്തലുകളുമുണ്ട്. തരൂരിനെതിരെ വിമർശനം കഴിഞ്ഞ ദിവസം നേതാക്കന്മാർ ഘടിപ്പിച്ചിരുന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നു. അതുപോലെ തന്നെ തലസ്ഥാനത്തെ പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് K മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടുകഴിഞ്ഞു, ഇനി നടപടി എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂട്ടത്തിലുള്ള ആളായി അദ്ദേഹത്തെ കണക്കാക്കുന്നില്ല എന്ന് മുരളീധരൻ പറഞ്ഞു. ഇങ്ങനെ വിവാദ പ്രസ്താവനകളും മോദി സ്തുതിയും ലേഖനങ്ങളും ഒക്കെ കൊണ്ട് നിരന്തരം കോൺഗ്രസിന് തലവേദനയാകുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ആഞ്ഞടിക്കുന്നുണ്ട്. തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതൊക്കെ നേടി എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. പലതവണ ഹൈക്കമാൻഡ് വിലക്കിയിട്ടും തരൂർ പിന്നോട്ട് പോയില്ല. രാജ്യമാണ് വലുത്, കോൺഗ്രസ് രണ്ടാമത് എന്നതാണ് തരൂരിന്റെ പുതിയ രീതി. ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പടപ്പുറപ്പാട് തുടങ്ങിയത്. 2022 ഓഗസ്റ്റ് 6 ഉപരാഷ്ട്രപതിയായി അധികാരമേറ്റ ധൻഖറിന് 2 വർഷം ഇനിയും ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമിട്ട് രാജ്യസഭ നിയന്ത്രിച്ച ശേഷമാണ് ധൻഖർ രാജിവെച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻഗണന നൽകിയും വൈദ്യോപദേശം കണക്കിലെടുത്തും ഭരണഘടനയുടെ 67A അനുച്ഛേദം അനുസരിച്ച് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണെന്ന് ധൻഖർ രാജിക്കത്തിൽ വ്യക്തമാക്കി. തന്റെ കാലയളവിൽ മികച്ച പിന്തുണ നൽകിയതിന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും ധൻഖർ നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സഹകരണവും പിന്തുണയും വിലയേറിയതായിരുന്നുവെന്നും ധൻഖർ പറഞ്ഞു. എന്നാൽ ആരോഗ്യ കാരണങ്ങൾക്കപ്പുറം മറ്റു പലതും കൊണ്ടാകാം രാജി എന്നാണ് പലരുടെയും പ്രതിപക്ഷ MPമാരുടെ സംശയം. കാരണം ഉപരാഷ്ട്രപതി എന്ന നിലയ്ക്ക് 23 ജയ്പൂരിൽ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ച ശേഷമാണ് പ്രതീക്ഷിത രാജിക്കത്ത്. രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷവുമായും പ്രതിപക്ഷ നേതാവുമായും നിരന്തരം കൊമ്പുകോർത്ത ധൻഖർ തന്റെ പദവിയിൽ 3 വർഷം തികയ്ക്കുന്നതിന് മുൻപാണ് പൊടുന്നനെ പടിയിറങ്ങുന്നത്. എന്തായാലും പടിയിറക്കം ഗംഭീരമായി കഴിഞ്ഞു. പടിയിറക്കം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടേക്ക് ആ സീറ്റിലേക്ക് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഭാരതം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.